പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. കർത്താവായ യേശുക്രിസ്തു ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾക്കായി വാഞ്ചിക്കുന്നു, അന്വേഷിക്കുന്നു, നേടാൻ ആഗ്രഹിച്ച് പ്രയത്നിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും കാപട്യവും നിരാശയും നേരിടേണ്ടി വരുന്നുണ്ട്, അല്ലേ? ഈ പ്രഭാതത്തിലും അതുപോലെ ഏതോ ഒരു കാര്യത്തിൽ നിരാശപ്പെട്ടിരിക്കാം. പക്ഷേ ദൈവം നിങ്ങൾക്കൊരു നല്ല ഉപദേശം തരുന്നു. 105-ാം സങ്കീർത്തനം 4-ാം വാക്യം: യഹോവയെയും അവന്റെ ബലത്തെയും തിരയുവിൻ, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പിൻ. നാം തിരയണം, യഹോവയെ തിരയണം. യഹോവയാണ് നമുക്ക് സകലവും. നമുക്ക് സുഖവും ബലവും ജ്ഞാനവും ഐശ്വര്യവും ആയുസ്സും എല്ലാം യഹോവയല്ലേ. യഹോവയെ തിരയുവിൻ, യഹോവയെ അന്വേഷിപ്പിൻ, യഹോവയുടെ സാന്നിധ്യത്തെ അന്വേഷിപ്പിൻ എന്ന് യഹോവ പറയുന്നു. ഇന്ന് യഹോവയെ അന്വേഷിച്ചുവോ? ആലോചിച്ചു നോക്കൂ. ഇന്ന് യഹോവയെ രാവിലെ അന്വേഷിച്ചുവോ? വചനം വായിച്ച് ധ്യാനിച്ച് അന്വേഷിച്ചുവോ? ദൈവമേ, എനിക്ക് അങ്ങയുടെ ബലം വേണം, അങ്ങയുടെ കൃപ എനിക്ക് വേണം, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെ കൂടെയിരുന്ന് എന്നെ നടത്തണം എന്ന് ദൈവത്തെ തിരഞ്ഞുവോ? അപ്പോൾ ദിവസവും ദൈവത്തിൻ്റെ ബലത്തെ നിങ്ങൾ അന്വേഷിക്കണം, ദൈവസാന്നിധ്യത്തെ നിങ്ങൾ അന്വേഷിക്കണം. ദൈവം എപ്പോഴും കൂടെയിരിക്കുകയാണെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കുമല്ലേ? ദിവസം മുഴുവനും ദൈവസാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കും, അത് സാധിക്കും. പോരാട്ടവും പ്രശ്നവും വരുന്നത് പോലെയുണ്ടെങ്കിൽ ഒന്നും കുലുക്കില്ല, ബാധിക്കില്ല, അത് കടന്നു പോകും. കാരണം നമ്മോടൊത്തുള്ളവൻ വലിയവനാണ്. അതുകൊണ്ട് ദിവസവും നിങ്ങൾ യഹോവയെ തിരയണം. സർവശക്തൻ, ദൈവം സർവശക്തനാകുന്നു. നമ്മളും ശക്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ശക്തിയെ പരിശുദ്ധാത്മാവ് മുഖേന നമുക്ക് തരുന്നു. അപ്പോൾ ദിവസവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവിക ശക്തി ഇറങ്ങുന്നതും ആ ശക്തിയുടെ സാന്നിധ്യമുള്ളതും നിങ്ങൾക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് ദൈവമേ, അങ്ങയുടെ ബലത്തെ എനിക്ക് തരയണമേ, അങ്ങയുടെ ബലത്താൽ എന്നെ നിറച്ച് നടത്തണമേ എന്ന് ചോദിക്കൂ. ദൈവത്തിന്റെ സാന്നിധ്യവും ബലവും നേടിക്കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷത്തോടെയും മനോല്ലാസത്തോടെയും ഇരിക്കാം, ശരിയല്ലേ? നിങ്ങളുടെ തോൽവി ജയമായി മാറും. ഇന്ന് ദൈവം കൂടെയിരുന്ന് ഭംഗിയായി വഴി നടത്തും, കാര്യങ്ങൾ നടത്തിത്തരും, ഭയപ്പെടേണ്ട. ഇപ്പോൾ ദൈവത്തെ നോക്കി പറയൂ: കർത്താവേ, എനിക്ക് അങ്ങയെ വേണം, അങ്ങയുടെ ബലം എനിക്ക് വേണം, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം, എന്നെ കൂടെയിരുന്ന് താങ്ങി നടത്തേണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ